ഇൻസ്റ്റാമാസ് മലുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള 2 വീഡിയോസ് സീ വേൾഡിനെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകുന്നത് പെൻഗ്വിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്ന റൂട്ടുകളും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് സീ ലയനാണ് കാണുന്നത്. ഏറ്റവും വലിപ്പമുള്ള ഒരു സീ ലയനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളൊക്കെ നമ്മളൊരു അക്വേറിയം പോലെയാണ്. അതൊരു ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പവിഴപ്പുറ്റുകളും അങ്ങനെയുള്ള കോറൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പെൻഗ്വിൻസ് ആണെന്ന് വന്നുകൊണ്ട് പെൻഗ്വിൻസിൻ്റെ അക്വേറിയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളൊരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാണുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കാണാൻ പോകുന്ന പെൻഗ്വിനെ വളരെ അടുത്തറിയാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് പെൻഗ്വിൻ്റെ ഒരു സോണിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം പെൻഗ്വിന് പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പെൻഗ്വിൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 40 കിലോയോളം വലിപ്പം വെക്കുന്ന ഒരു ജീവിയാണ് പെൻഗ്വിൻസ്. അത് അന്റാർട്ടിക്ക മേഖലയിലാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത്. അത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പെൻഗ്വിൻസിനെയൊക്കെ ലൈവായിട്ട് കാണണം എന്നുള്ളത്. അതെന്തായാലും സീ വേൾഡിൽ വന്ന് അത് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പെൻഗ്വിൻ്റെ ആവാസ വ്യവസ്ഥയിൽ, അതായത് ലൈവ് അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന പെൻഗ്വിൻസിനെയാണ്. അവിടുത്തെ അതേ ടെമ്പറേച്ചറിൽ അവർ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം -1 ഡിഗ്രി തൊട്ട് -7 വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കൊടും തണുപ്പിൽ വളരുന്ന ഒരു ജീവിയാണ് പെൻഗ്വിന്. അപ്പോൾ അതിപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അത്രയും ടെമ്പറേച്ചറിലാണ് അത് ജീവിക്കുന്നത്. അപ്പം മനുഷ്യർക്ക് ഇവിടെ നിൽക്കുന്നതിന് വളരെ പരിമിതികളുണ്ട്. കുറേ സമയം ഇവിടെ നിന്ന് കാണാനുള്ള പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം ഇവിടെ നിന്നിട്ടുള്ളൂ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ കൈയും കാലുമൊക്കെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ അതിനെ ഈ പെൻഗ്വിൻസിനെ ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ വളരെ ജാക്കറ്റും ഇത്ര -7 വരെയുള്ള ടെമ്പറേച്ചറിൽ നിൽക്കത്തക്ക രീതിയിലുള്ള ജാക്കറ്റും കാര്യങ്ങളും ഇട്ടുകൊണ്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ പെൻഗ്വിൻസിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് കാണുമ്പോൾ വളരെ രസമുണ്ട്. കാരണം നമ്മൾ താറാവ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈവായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ജീവിതത്തിൽ. ഈ ഒരു പെൻഗ്വിൻസിനെയൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ ഓരോ കാഴ്ചകളും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ആസ്വദിക്കുക. ഇതിൻ്റെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പെൻഗ്വിൻസിൻ്റെ ഓരോ ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന ഈ പെൻഗ്വിൻസിനെ കാണാൻ തന്നെ എത്ര മനോഹരമാണ്. അതിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ഇപ്പം തന്നെ കാണുന്നതല്ല, വെള്ളത്തിലോട്ട് ചാടുന്ന പെൻഗ്വിൻസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.
ഇപ്പോൾ പെൻഗ്വിൻസിനെയൊക്കെ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇതിൽ കൂടുതൽ നമുക്ക് നേരെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. തണുപ്പ് സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വിറച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നതിന് അടുത്ത് സീ വേൾഡിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഒരു മത്സ്യങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് കാണുന്നത്. അത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് വളരെ പഴക്കം ചെന്ന ഒരു കപ്പൽ ഒരു മണൽത്തിട്ടയിൽ ഇടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷങ്ങളാൽ നിബിഡമായ ഒരു കാട്ടിൽ തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ രീതിയിലും ഓരോ തീമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായ ഒരു ഫോറസ്റ്റിൻ്റെ രീതിയിലാണ് ഈ ഒരു ആംബിയൻസിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സീ ലയണിൻ്റെ ഒരു കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസുകളും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 2 സീ ലയനാണ് ഈ കിടക്കുന്നത്. അതിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് സീ ലൈനിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ജീവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ വലിപ്പത്തിലും ഓരോ ഏജിലും പെട്ട സീ ലൈനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളൊരു അക്വേറിയത്തിന് മുകളിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടത്. ആ സീ ലൈനാണിത്. അതിൻ്റെ ഓരോ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സീ ലൈനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു ബോൾ ഉപയോഗിച്ച് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും കണ്ട് ആസ്വദിക്കുക. ഇപ്പോൾ ഈ കാണുന്ന ഒരു അന്റാർട്ടിക്കയിലെ ഒരു ഷിപ്പ് ഒരു സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ. അത് ആ ഒരു ഐസ് പാളികൾ വന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീ വേൾഡിൻ്റെ ഏത് ഭാഗത്തോട്ട് നോക്കിയാലും പല പല ജീവികൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ജീവികളുടെയും പേരിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോളാർ ഓഷ്യൻ സോണാണ്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ളത് നമ്മൾ പെൻഗിൻ മുമ്പ് നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ, അതിനെ ചുറ്റുപറ്റിയുള്ള ഒരു ഏരിയയാണ്. അതുപോലെ സീ ഏണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാനുള്ളത്. അതിൻ്റെ ഒരു സോണാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സോൺ തരം തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്കിനി അടുത്തതിനും കാണാൻ പോകുന്നത് നമ്മൾ ഡോൾഫിൻ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ടിലായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ പെൻഗിൻസിൻ്റെ മോഡൽസ് വെച്ചുള്ള പോളാർ ഓഷ്യൻ്റെ ഫ്രണ്ടിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് പിള്ളേർ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മഞ്ഞ് പാളി പോലെയാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. ഇനിയും കാണാൻ പോകുന്നത് നമ്മളൊരു
സമുദ്രത്തിൻ്റെ തട്ടിൽ തന്നെയുള്ള ഇപ്പോൾ ഈ കാണുന്ന സോണിലാണെങ്കിൽ നമ്മൾ ഒരു അന്തർവാഹിനിയുടെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ ഒരു സമുദ്രത്തിൽ മീനുകൾ എങ്ങനെ കാണുന്നുള്ള രീതിയിലാണ് ഇവർ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു അന്തർവാഹിനിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച രീതിയിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അതിൽ ധാരാളം മത്സ്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ മത്സ്യങ്ങളുടെ പേരുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അതെല്ലാം കണ്ടെന്ന് ആസ്വദിക്കുക. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ വളരെ ചെറിയ മീൻ തൊട്ട് ഏറ്റവും വലിയ സ്രാവ് അങ്ങനെയുള്ള ടൈപ്പിൽപ്പെട്ട ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് ഈ അക്വേറിയം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച തന്നെ ഒരു മറൈൻ ഒരു അന്തർവാഹിനിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലും തെരണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷിപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സോണിലോട്ടാണ് പോകുന്നത്. ഷിപ്പിൻ്റെ ഒരു മുകൾവശമാണ് കാണുന്നത്. അപ്പോൾ ആ ഷിപ്പിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ഓൺ ഡെക്കാണ്. അത് ക്യാബിനോട്ടുള്ള പോകുന്ന ഒരു സ്റ്റെപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാബിൻ്റെ അവിടുന്ന് നമ്മളൊരു സമുദ്രത്തിലേക്ക് നോക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു പൊസിഷനിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു സമുദ്രത്തിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 സൈഡിലുള്ള വ്യൂവും അതുപോലെ സീ ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും ആസ്വദിക്കുക. അതുപോലെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായ നമ്മൾ ഡോൾഫിൻ ഷോകളും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ടതിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.